പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത പ്രദേശത്ത് ഈ കഴിഞ്ഞ ആഴ്ച വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തൻ്റെ കരളിന് രോഗം ബാധിച്ചു. അതിന് കുറേ ചികിത്സിച്ചു. പിന്നെ അവസാനം റുഖിയ ശർഇയ്യ എന്ന പേരിൽ ചികിത്സ നടത്തുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് ആരൊക്കെയോ വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അങ്ങനെ ഏകദേശം ഒരു മാസം അവർ റുഖിയ ശർഇയ്യ നടത്തി. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ഗണപതി കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഗണപതിയെ ഇറക്കി വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഖുർആനായത്തുകൾ ഓതി കൊണ്ടുള്ളൊരു ചികിത്സാരീതി ഉണ്ട്. അതുകൊണ്ട് അത് നടപ്പാക്കി അവസാനം രോഗം മൂർജിച്ചു. ആ മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച അയാൾ മരിക്കുകയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ മരിക്കുകയും ചെയ്തു. മരിച്ച സന്ദർഭത്തിലാണ് ഇതൊരു വിവാദമായി മാറിയത്. അദ്ദേഹത്തെ ബന്ധുക്കളൊക്കെ നിർബന്ധിച്ച് ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ മരിക്കുന്നതിൻ്റെ മുമ്പ് അയാൾ തൻ്റെ സുഹൃത്തിന് അയച്ചൊരു ഓഡിയോ ഉണ്ടായിരുന്നു. അതിൽ തനിക്ക് ലഭിച്ച ആ ചികിത്സാ രീതി അതിനെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം തന്നെ ഈ ചികിത്സ നടത്തിക്കൊണ്ട് ഇവരൊക്കെ കൂടി കൊന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഇസ്ലാമും മുസ്ലിങ്ങളും അതുപോലെ മുസ്ലിങ്ങളിലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിലും മുഴുവൻ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി ശരിയായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുന്നത് അവൻ്റെ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ആത്യന്തികമായി സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് രോഗത്തിന് ശമനം നൽകുന്നത് എന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കണം. അപ്പോൾ ഒരു രോഗമുണ്ടായാൽ ആ രോഗത്തെ ചികിത്സിക്കും. അത് മുസ്ലിമും ചികിത്സിക്കും, മുസ്ലിം അല്ലാത്തവരും ചികിത്സിക്കും, നിരീശ്വരവാദിയും ബഹുദൈവ വിശ്വാസിയും എല്ലാവരും ചികിത്സിക്കും, മുസ്ലിങ്ങളും ചികിത്സിക്കും. അപ്പോൾ ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാളുടെ ചികിത്സിക്കുമ്പോഴുള്ള വിശ്വാസവും ഒരു മുസ്ലിം ചികിത്സിക്കുമ്പോഴുള്ള വിശ്വാസവും വ്യത്യാസമുണ്ട്. ആ വിശ്വാസത്തിലുള്ള വ്യത്യാസമുണ്ട്. മുസ്ലിം വിശ്വസിക്കുന്നത് ആത്യന്തികമായി രോഗം സുഖപ്പെടുത്തുന്നവൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവാണ് എൻ്റെ രോഗം സുഖപ്പെടുത്തുന്നത്. എന്നാൽ അള്ളാഹു രോഗം സുഖപ്പെടുന്നതിന് ഇവിടെ ചില മരുന്നുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ രോഗശമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അതിന് മരുന്ന് കഴിക്കുന്നു, അതിന് രോഗം സുഖപ്പെടുത്തി തരാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണൊരു മുസ്ലിം രോഗിയായാൽ ഉള്ള അവസ്ഥ. എന്നാൽ ഒരു മതവിശ്വാസി അല്ലാത്തയാൾ, അയാൾക്ക് ആ വിശ്വാസമൊന്നുമില്ല. അയാൾ രോഗമാകുന്നു, ആ രോഗത്തിന് ചികിത്സ ഇന്നതാണ് എന്ന് ഭൗതിക വൈദ്യശാസ്ത്രം പറഞ്ഞ ആ ചികിത്സ അയാൾ തേടുന്നു, അയാളുടെ രോഗം സുഖപ്പെടുന്നു. അങ്ങനെയാണ്. അതുപോലെ തന്നെ മുസ്ലിം ഒരു ഹോസ്പിറ്റലിൽ പോയാലും അവിടുന്ന് ഭൗതിക വൈദ്യശാസ്ത്ര പ്രകാരമുള്ള രീതിയിൽ അവന് ചികിത്സ നടത്തുന്നു. അവൻ്റെ രോഗവും മുസ്ലിമിൻ്റെ രോഗവും സുഖപ്പെടുന്നു. അതുപോലെ മുസ്ലിം അല്ലാത്തവൻ്റെ രോഗവും സുഖപ്പെടുന്നു. പക്ഷെ മുസ്ലിമിൻ്റെ രോഗം സുഖപ്പെട്ട് കഴിയുമ്പോൾ അവന് പരലോകത്തേക്ക് കുറേ അവൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരു ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് പരലോകത്തേക്ക് സമ്പാദിക്കാൻ ഒന്നും ഉണ്ടാവില്ല. അവൻ്റെ രോഗം സുഖമായി എന്നുള്ളത് മാത്രം. കാരണം മുസ്ലിം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്
രോഗമാകുമ്പോൾ നിങ്ങൾ ചികിത്സിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില ആളുകൾ വന്ന് രോഗമായാൽ ഇത് അള്ളാഹു സുഖപ്പെടുത്തും എന്ന രീതിയിൽ നിന്ന് തവക്കുലാക്കിയാൽ പോരെ എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കൂ. ഫഇന്നല്ലാഹ തആല ലം യദഅ ദാഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലാ വളഅ ലഹു ദവാ, അതിനൊരു മരുന്നില്ലാക്കാതെ. മരുന്നില്ലാത്ത രോഗമേ ഇല്ല. ഗൈറുൽ ഹരീം, ഏജിങ് പ്രോസസ്സിനൊഴികെ, അതായത് വാർദ്ധക്യം പ്രാപിക്കുക, അതിന് മരുന്നില്ല. അതങ്ങനെ ആ പ്രോസസ്സ് അങ്ങനെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കും. എത്ര മരുന്ന് കുടിച്ചാലും അതിൻ്റെ സമയം കുറച്ച് നീണ്ടു കിട്ടുമെന്നല്ലാതെ അതങ്ങനെ ആ വാർദ്ധക്യത്തിലേക്ക് എത്തുക, പ്രായമായി വരിക എന്നത് അതിന് ഒരു മരുന്നില്ല. ബാക്കി എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഇത്ര ഈ വിഷയത്തിൽ മുസ്ലിംകൾക്ക് എന്നല്ല മനുഷ്യരാശിക്ക് പ്രതീക്ഷ നൽകിയ മറ്റൊരു മതവുമില്ല. എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നാണ്. അതായത് മരുന്നില്ലാത്ത രോഗമില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ്, മരുന്നില്ലാത്ത ഒരു രോഗവുമില്ല. പക്ഷേ ചില മരുന്നുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അത് അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് ഇന്ന രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും കൈയൊഴിയേണ്ടതില്ല. അതിന് മരുന്നിന് നമ്മൾ രോഗത്തിന് നമ്മൾ ചികിത്സിക്കും. ആ മരുന്ന് ഫലപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഫലപ്പെടണമേ, എൻ്റെ രോഗം സുഖപ്പെടണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം ചിലപ്പോൾ പല മാറാ രോഗങ്ങളും മാറിയെന്ന് വന്നേക്കാം. മരുന്ന് അതിന് അനുയോജ്യമായ മരുന്നല്ല ഉള്ളതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ രോഗം സുഖപ്പെടുത്തി കൊടുത്തേക്കാം. അപ്പം ഏതായാലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഒരു മുസ്ലിം അവൻ നിരന്തരമായി ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമും മറ്റു മതങ്ങളും ഈ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യത്യാസം പ്രത്യേകമായി കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന സംഗതികൾ. പിന്നെ ഈ പല ചികിത്സാ രീതിയുണ്ട്. അതിലിങ്ങനെ നമ്മൾ രണ്ട് സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, രോഗം എന്ന് പറയുന്നതിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിടയിലുള്ള ഒരു തെറ്റുധാരണയാണ് യഥാർത്ഥത്തിൽ ഈ ശൈത്താൻ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ വിശുദ്ധ ഖുർആനും അതുപോലെ സഹീഹായ ഹദീസുകളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വ്യക്തമായി ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഒരു രോഗമുണ്ടാക്കുന്നതിന് വ്യക്തമായ പ്രമാണം നമുക്ക് ലഭ്യമല്ല. ചില പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്ന ചില വ്യാഖ്യാനങ്ങളിലപ്പുറം വ്യക്തമായി പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കൊണ്ട് മനുഷ്യന് രോഗം ഉണ്ടാക്കും എന്നുള്ളതിന് പ്രമാണമല്ല. മാക്സിമം പിശാചിന് എന്താണ് ഒരു മനുഷ്യനിൽ ചെയ്യാൻ കഴിയുക, അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പിശാചിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞത് അത് മനുഷ്യനോടൊപ്പമുള്ളതാണ്. പിശാച് അത് വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നുണ്ട്. പിശാച് എന്ന് പറഞ്ഞത് മനുഷ്യനോടൊപ്പം, അത് എന്നാൽ ആ മനുഷ്യനോടൊപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ്? പിശാചിന്റെ പ്രവർത്തന മേഖല മനുഷ്യന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സിൽ പലതരം സംശയങ്ങളും അതുപോലെ തന്നെ പല വസ്വാസുകളും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുക എന്നതല്ലാതെ മനുഷ്യനെ നിർബന്ധിച്ച് ഏതെങ്കിലും വഴിയിലേക്ക് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ആ രീതി പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്ന സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ വചനം. സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ വചനത്തിൽ ആ കാര്യം പിശാച് തന്നെ നമുക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ച് തരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് പരലോകത്ത് പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ
അടക്കം എല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. ആ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ പിശാജ്, നരകത്തിൽ പോകുന്ന ആളുകളോട് പിശാജ് ഒരു സംസാരിക്കുന്നുണ്ട്. ഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു. അപ്പോ പിശാജ് പറഞ്ഞു, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്. പിശാജ് വഴിപിഴപ്പിച്ച ആളുകളെ മുൻനിർത്തി, പിശാജിന്റെ കെണിയിൽപ്പെട്ട് നിന്ന ആളുകളെ മുൻനിർത്തി പിശാജ് അവരോട് പ്രസംഗിക്കുകയാണ് പരലോകത്ത് വെച്ച്. അത് ഇപ്പോൾ മുൻകൂട്ടി തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. പിശാജ് പറയാണ്, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് വളരെ സത്യമായൊരു വാഗ്ദാനമായിരുന്നു. വഅദ്തുക്കും, ഞാനും കുറേ വാഗ്ദാനം നിങ്ങൾക്ക് ചെയ്തിരുന്നു. അത് ചെയ്യണ്ട, ദൈവമല്ല, അതുപോലെ അത് ചെയ്തോ, ഇന്നെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ആ തെറ്റ് ചെയ്തു, ഈ തെറ്റ് ചെയ്തോ, അതിന് ആ ഗുണം ഉണ്ടാവും, ഈ ഗുണം ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് പല വാഗ്ദാനങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഫഖലഫ്തുക്കും, അത് പാലിക്കാൻ സാധിക്കാതെ അത് ഞാൻ ഇതാ ലംഘിക്കുകയാണ്. എന്നിട്ട് പിശാച് പറയുന്നുണ്ട്, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ അടുക്കൽ ഒരു സ്വാധീനം ഇല്ലായിരുന്നല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് വല്ല സ്വാധീനം ഉണ്ടായിരുന്നു? നിങ്ങളെ ഞാൻ പിടിച്ചു വല്ല തെറ്റും ചെയ്യിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടോ? ഞാൻ ആകെ ചെയ്തത് ഇല്ല അൻ ദഅഉതുക്കും, നിങ്ങളെ ക്ഷണിച്ചു. ഫസ്തജബ്തുല്ലി, അപ്പൊ നിങ്ങൾ എന്റെ ക്ഷണത്തിന് ഉത്തരം നൽകി. ഇങ്ങോട്ട് വരി, അല്ല ഇതാ ഇന്നത് ചെയ്തോ, ഇന്ന ഓനെ കൊന്നേക്ക്, ഓനെ കുത്തിയേക്ക്, വ്യഭിചരിച്ചേക്ക്, കള്ളുടിച്ചേക്ക് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കള്ളൊഴിച്ചു തന്നിട്ടില്ല, ഞാൻ നിങ്ങളുടെ കയ്യിൽ കത്തി തന്ന് കുത്തിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ദഅഉതുക്കും, നിങ്ങളെ ക്ഷണിച്ചു. ഫസ്തജബ്തും ലി, നിങ്ങൾ എന്റെ ക്ഷണം സ്വീകരിച്ചു. അതുകൊണ്ട് ഫല തെലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. വലൂമു അംഫുസകും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. നിങ്ങൾ തെറ്റിലകപ്പെട്ട് നരകത്തിൽ പോകണേന് എന്നെ കുറ്റപ്പെടുത്തണ്ട എന്നാണ് പിശാച് പറയണത്. കാരണം ഞാൻ നിങ്ങളെ ഒരു നിലക്കും നിർബന്ധിച്ചിട്ടില്ല. എവിടെയും നിങ്ങളുടെ മേലെ എനിക്കൊരു സ്വാധീനമില്ല. ഞാൻ എനിക്ക് പറയാനുള്ള എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളത് കേട്ട് എൻ്റെ പിന്നാലെ വന്നു എന്നതിൽ കവിഞ്ഞ് വേറൊരു സ്വാധീനം എനിക്കില്ല എന്ന് പിശാച് ഇവിടെ പറയാണ്. ഇതിങ്ങനെ തന്നെ ശരിക്കും ആകാനും പറ്റുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നീതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ആകാൻ പറ്റുള്ളൂ. പിശാചിന് നമ്മളെ തള്ളിയിടാനും, നമ്മളെ ഏതെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനും, നമ്മളെ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായി ഉപദ്രവിച്ച് ആക്രമിക്കാനൊക്കെ പിശാചിന് സാധിക്കുമെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിനെ തടുക്കാൻ പല രീതിയുണ്ട്. പിശാചിന് അങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ, എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്താൽ പിന്നെ നമ്മളോട് അത് എന്തുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് പടച്ചോൻ ചോദിക്കുന്നതിൽ ആ നിലക്ക് നോക്കുമ്പോൾ ഒരു നീതി ഇല്ല എന്ന് പറയേണ്ടി. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ, പിശാച് പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്നുള്ളതാണ്. ഖുർആൻ ഉടനീളം പറയുന്നത് അതാണ്. ഞാൻ ഉസയ്യിനന്നക്കും, ഞാനിതാ നിങ്ങൾക്ക് നല്ലതാക്കി തോന്നിച്ചു, നല്ല അലങ്കാരപ്പെടുത്തി തന്നു. എല്ലാ സ്ഥലങ്ങളിലും ഖുർആൻ ആ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു പിശാചിന്റെ വലിയ ഒരു പ്രസ്താവന ഒരു സൂറത്തിൽ പറയുന്നുണ്ട്. സൂറത്തു ഇസ്രായിൽ പറയുന്നുണ്ട്, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. അല്ലാഹു പിശാചിനോട് പറയാണ്, നിന്റെ ക്ഷണം ഉപയോഗിച്ച് നീ കഴിയുന്നത്ര ആളുകളെ ഇളക്കി വിട്ടോ. വജ്ലിബ് അലൈഹിം ബി ഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൗലാദ്. ഇതൊക്കെ നിനക്ക് നീ ചെയ്തോ. നിന്റെ കുതിരപ്പടയും നിന്റെ കാലാൾപ്പടയും ഉപയോഗിച്ച് ഈ ജനങ്ങളെ, ഈ തെറ്റുകളെ ആളുകളെ നീ വിളിച്ചു കൂട്ടിക്കോ. അതുപോലെ വശാരികുഹും ഫിൽ അംവാലി വൗലാദ്, കുടുംബത്തിലും അതുപോലെ മറ്റ് സമ്പത്തിലൊക്കെ നീയും പങ്കുപറ്റിക്കോ. വഇദുഹും, വാഗ്ദാനങ്ങൾ നീ നല്ലോണം ചെയ്തോ. വമാ യഇദുഹും ശൈത്താനു ഇല്ലാ ഗുറൂർ, വഞ്ചനാപരമായ വാഗ്ദാനം മാത്രമേ പിശാച് ചെയ്യുള്ളൂ. എന്നിട്ട് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഇങ്ങനെയൊക്കെ നീ ചെയ്തോളൂ. പക്ഷേ ഇന്ന ഇബാദി ലൈസ അലൈഹിം മിൻ സുൽത്താൻ, എൻ്റെ അടിമകൾ, അവരുടെ മേൽ നിനക്കൊരു സ്വാധീനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് പിശാചിനെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കാല റബ്ബി ഇമാ ഗവൈതനി, പിശാച് പറയാണ് ല ഉസയ്യിനന്ന ലഹും ഫിൽ അർദ്. അതാണ് പിശാച് ചെയ്യണത്. ഞാൻ ഭൂമിയിൽ അവർക്ക് പല സംഗതിയും അലങ്കാരമായി മോടിയുള്ളതായി ഞാൻ അവർക്ക് തോന്നിക്കും. വലൗഗവിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ വഴികേടിലേക്ക് എത്തും. ഇല്ല ഇബാദക മിനൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളായ നിന്റെ അടിമകളെ ഒഴികെ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ യഥാർത്ഥ അടിമകളിൽ നിനക്കൊരു സ്വാധീനമില്ല. ഇല്ലാമൻ ഇത്തബഅക മിനൽ ഗാവീൻ, മറിച്ച് നിന്നെ പിൻപറ്റുന്ന താന്തോന്നികളായ ആളുകളുടെ മേൽ മാത്രമേ നിനക്ക് സ്വാധീനമുള്ളൂ. അപ്പൊ ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ ആശയം,
പിശാച് നമ്മുടെ മനുഷ്യ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വിശുദ്ധ ഖുർആൻ അവസാനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് ഖുൽ അഊദു ബിറബ്ബിൽ നാസ്. അതിൽ പറയുന്നുണ്ട് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. വസ്വാസിൽ നിന്ന്, പിശാചിന്റെ വസ്വാസ് ഉണ്ടാക്കുന്നതിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ മനസ്സിൽ ഈ വസ്വാസ് ഉണ്ടാക്കുന്നവരാണ് ഈ പിശാച്. അപ്പൊ ഈ വസ്വാസിന് പുറമെ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച് പലതും ചെയ്യും എന്നുള്ളതിന് സാധാരണ ചില ആളുകൾ ഉന്നയിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് മുഴുവൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിലങ്ങനെ ഒന്നില്ല. അത് റസൂലുള്ള ഒരു ഹദീസ് ഉണ്ട്, അതാണ് ഇന്ന ശൈത്താൻ യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. പിശാജ് മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തു കൂടെയെല്ലാം സഞ്ചരിക്കും. അപ്പൊ പിശാജ് അങ്ങനെ മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൂടെയൊക്കെ സഞ്ചരിച്ച് ശരീരത്തിലൊക്കെ പ്രവേശിച്ച് ആകെ ഫസാദും ഒക്കെ ആക്കുന്നു, രോഗം ഉണ്ടാക്കും, അങ്ങനെ പലജാതി വിശ്വാസമുണ്ട്. പക്ഷെ ഈ ഹദീസ് മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൽ അങ്ങനത്തെ ഒരു സംഗതിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇത്തികാഫ് ഇരിക്കുന്ന സമയത്ത്, പള്ളിയിലിരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയുടെ അടുക്കൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രണ്ടാളും കൂടി ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ച് രാത്രി കുറച്ച് സമയം ഇരുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയെ തൻ്റെ വീട്ടിലേക്ക്, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്, അവിടേക്ക് പോകാൻ ഇങ്ങനെ അനുഗമിച്ചപ്പോൾ രണ്ടാളുകൾ അതിങ്ങനെ കണ്ടു. നബി ഒരു പെണ്ണും ഇങ്ങനെ, ആരാണ് ശരിക്കും മനസ്സിലാവില്ലല്ലോ, സ്വാഭാവികമായിട്ട് ഒരു പെണ്ണിൻ്റെ കൂടെ നബി ഇങ്ങനെ പോകുന്നത്. രണ്ടാള് പെട്ടെന്ന് മുന്നിലേക്ക് കടന്നു വന്നു. നബിനെ കണ്ട പോലെ രണ്ടാളും പെട്ടെന്ന് പിന്തിരിഞ്ഞ് പോകാൻ നോക്കി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ടാൾക്കാരെയും വിളിച്ചു, രണ്ടാളും ഇങ്ങോട്ട് വരിയുന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയാണ് കേട്ടോ, ഈ ഒപ്പുള്ളത് എൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്താ നബി നിങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങളോട് പറയണേ, ഞങ്ങൾ അതല്ല എന്ന് തെറ്റിദ്ധരിക്കോ എന്നർത്ഥത്തില് സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂൽ നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ ഞങ്ങളോട് പറയണത് എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ റസൂലുള്ള പറഞ്ഞതാണ്, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, പിശാച് മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തു കൂടെയൊക്കെ സഞ്ചരിക്കണാണ്. എന്നിട്ട് എന്താ ചെയ്യുക? രക്തം സഞ്ചരിക്കുന്നവരൊക്കെ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഖശീതു, അതുകൊണ്ട് ഞാൻ പേടിച്ചു, എനിക്ക് പേടിണ്ട്, അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറൻ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വേണ്ടാത്തരം അവനിട്ടേക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വേണ്ടാത്തരം ഈ പിശാച് ഇട്ടേക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ പിശാച് എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ ഉള്ളതാണ്, എല്ലാ മനുഷ്യന്റെ കൂടെ പിശാചുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങളെ കൂടെയുണ്ടോ ചോദിച്ചു. ആ, എൻ്റെ കൂടെയുണ്ട്. എല്ലാ മനുഷ്യന്റെ കൂടെയും പിശാചുണ്ട്. ആ പിശാച് കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തെറ്റ് ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാകണം. തെറ്റ് ചെയ്യണമെന്ന് തോന്നിക്കണത് അത് ഈ പിശാചാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഒരു ഗവേഷണ നിരീക്ഷണങ്ങൾ കൊണ്ടൊന്നും ഇത് നമുക്കറിയാൻ പറ്റൂല. കാരണം ഇത് ആലമുൽ ഗൈബിന്റെ വിഷയങ്ങളാണ്. ആലമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മനുഷ്യന് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങൾക്കാണ്, അതാണ് ആലമുൽ ഗൈബിലുള്ളത്. മലക്ക്, പിശാജ്, അതുപോലെ സ്വർഗം, നരകം, അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അള്ളയും റസൂലും നമുക്ക് പഠിപ്പിച്ചെന്നത്, അതിനപ്പുറം നമുക്ക് ഒന്നും അറിയില്ല, അതിനപ്പുറം ഒന്നും പറയാനും നമുക്ക് അവകാശമല്ല. ഇത് അള്ളാഹു പറഞ്ഞു തന്നതാണ്. നിങ്ങളെ മനസ്സിൽ ഈ വസ്വാസം ഉണ്ടാക്കണേ, നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നേ, നിങ്ങൾക്ക് തെറ്റ് ചെയ്യണമെന്ന് തോന്നിക്കുന്നേ, നിങ്ങളെ തെറ്റിൽ പിടിച്ചു നിർത്തുന്നത്, അതൊക്കെ നിങ്ങളെ കൂടെയുള്ള ഒരു പിശാചാണ്. നിങ്ങളെ കൂടെ ഒരു പിശാചുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ വളരെ ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കരുത്. അവൻ പറഞ്ഞതിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ നിങ്ങൾ നരകത്തിലേക്ക് എത്തും. അപ്പോ ഇത് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനൊരു പരീക്ഷണമായി അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ഈ പിശാച് എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിനെ നിഷേധിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ആ പിശാചിന് നമ്മുടെ ശരീരത്തിലും മനുഷ്യനിലും ഉള്ള സ്വാധീനത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആ പിശാചിന് എന്താ മാക്സിമം ഇപ്പം നിന്നെ ചെയ്യാൻ പറ്റുക?
എന്നെ ഇപ്പം എന്താ മാക്സിമം പിശാചിന് ചെയ്യാൻ പറ്റുക? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാക്സിമം എന്നെ ചെയ്യാൻ പറ്റുക എൻ്റെ മനസ്സിൽ വസ്വാസുകൾ ഉണ്ടാക്കി എന്നെ തെറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ തിരിച്ചറിയണം ഇത് പിശാചാണ്. ഒരാളെ നമ്മൾ വളരെ അയാളോട് പകമൂത്ത് ഒരാളോട് പക ഉണ്ടാവുമ്പോൾ പിശാച് അങ്ങനെ കത്തിച്ചു തരും. എവിടെ? നമ്മളെ മനസ്സിൽ ഇങ്ങനെ കത്തിച്ചു തരും. നമ്മളോട് പറയും എടുത്തോളോ, കത്തി എടുത്തോന്ന് പറയും. കത്തി എടുത്തോന്ന് പിശാച് ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ പോയി കത്തി എടുക്കും. എന്നിട്ട് ചെല്ലേന്ന് പറയും, അതും പിശാച് പറയും. പിശാച് കത്തി എടുത്ത് തരൂല. പിശാച് നമ്മൾ ഒന്നും ചെയ്യൂല. പിശാച് മനസ്സിൽ ഇങ്ങനെ പ്രേരിപ്പിക്കും. അതിനനുസരിച്ച് നമ്മൾ കത്തിയെടുക്കും, പോയി കുത്തും. അപ്പൊ ആദ്യം തന്നെ ഈ മനസ്സിൽ ഈ പക ഇങ്ങനെ നിറഞ്ഞു പൊന്തുമ്പോൾ ഇത് ശൈത്താനാണ് എന്നോട് ഈ പറയണതെന്ന് ഒരാൾക്ക് മനസ്സിലായാല്, ബോധ്യമായാല്, രോഗത്തിന്റെ കാരണം ബോധ്യമായാല്, അപ്പോൾ അവൻ അതിൽ നിന്ന് ഒഴിവാകും. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ ലളിതമായ വഴികളാണ്. അതിലൊന്നാണ് നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ. ദേഷ്യം പിടിക്കുക, അത് പിശാച്. ദേഷ്യം എന്ന് പറഞ്ഞത് ഒരു പരിധിയാണ് കഴിഞ്ഞാൽ അത് പിശാച് അതിൻ്റെ ഏറ്റെടുക്കും. ഇതുകൊണ്ട് പിശാച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വേണ്ടാത്തവരും നമ്മളോട് ചെയ്യിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അഊദു ചെല്ലണം. നിങ്ങൾ അഊദിലേക്ക് ദേഷ്യം പിടിക്കാം. വിശുദ്ധ ഖുർആൻ ഓതാൻ ഇരുന്നാൽ പിശാചിങ്ങളെ മുമ്പിൽ വന്ന് എന്തിനായി ഓതുന്നത്? സമയം എന്തെങ്കിലും അല്ലെങ്കിൽ ആരാ ഇപ്പം നമ്മളെ ഓതണില്ലല്ലോ, ഖുർആനിലെടുത്ത് ഓതണില്ല പല ആളുകളും. അതൊക്കെ പിശാച് നമുക്ക് പറയാണ്, ആ പാട്ട് കേട്ടോ, എന്തിനാ ഈ സമയത്ത് ഓതുന്നത് എന്ന് പിശാച് ഇങ്ങനെ മനസ്സിൽ പറയും. നമ്മളതുകൊണ്ട് ഓത്തുമില്ല. റമളാൻ മാസം ആകുമ്പോൾ പിശാചിന്റെ ശല്യത്തിന് കുറച്ചൊരു കുറവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കി തന്നിന്. അതുകൊണ്ട് നമുക്ക് അതിലൊക്കെ ഇടപെടാൻ പറ്റും. അതിനെ മറികടന്നുകൊണ്ട് ഞാൻ ഓതുകയാണ്. അപ്പോൾ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഈ ശൈത്താനിൽ നിന്ന് പടച്ചോനെ എന്നോട് ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന് പിന്നെ അവിടെ പിന്നെ പിശാചിനൊരു വേറെ പ്രവർത്തിക്കാൻ കഴിയില്ല. നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ നിങ്ങളെ ഓരോ സംഗതികളിലും നിങ്ങളിങ്ങനെ നമസ്കാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടോ അതൊക്കെ പിടിച്ചെടുക്കാൻ പിശാച് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു നമസ്കാരം, റസൂലുള്ള എത്ര വരെ പറഞ്ഞു, നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ അത് ശ്രദ്ധ തെറ്റിക്കാനായി പിശാചിന്റെ ഒരു വിങ് തന്നെ വർത്തിക്കുന്നുണ്ട്. ആ വിങ്ങിനൊരു പേരും റസൂലുള്ള പറഞ്ഞു. ആ വിങ്ങിന്റെ പണി തന്നെ നിസ്കരിക്കുന്ന ആളുകളുടെ നമസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധ തെറ്റിക്കുക എന്നാണ്. അപ്പൊ പല ജാതി ചിന്തകളും മനസ്സിലേക്ക് കൊണ്ടുവരിക, ഓതുന്നത് ഇമാം ഓതുന്നതിനെ പറ്റി ഒരു ബോധമില്ലാതാകുക, അങ്ങനെ തക്ബീർ കെട്ടിയത് ഓർമ്മ ഉണ്ടാവും, പിന്നെ സലാം വീട്ടുന്നത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ പല ജാതി രീതിയിൽ നമ്മുടെ നമസ്കാരത്തെ മുഴുവൻ സ്വാധീനിക്കാൻ പിശാച് ഒരു വിങ്ങിനെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല ഒരു അശ്രദ്ധയും മറ്റൊക്കെ നിങ്ങൾ വരികയാണ് നിസ്കാരത്തിൽ, നിങ്ങൾ മെല്ലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് മെല്ലെ തു തു എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അത് റസൂലുള്ള പറഞ്ഞ രീതിയാണ്. പിശാച് നിങ്ങൾ നമസ്കാരത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അപ്പം അങ്ങനെ വളരെ ലളിതമായ കുറച്ചു പ്രാർത്ഥനകളും അള്ളാഹുവിൽ ശരണമേടുന്നതിലൂടെയും ഈ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അത്രേ ഉള്ളു. ഇന്ന കൈത ശൈത്താനില വൈഫ, പിശാചിന്റെ കുതന്ത്രങ്ങൾ അത് വളരെ ദുർബലമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, പിശാചിനെ പിൻപറ്റി അവന്റെ പിന്നാലെ പോകുന്ന ആളുകളെ പിശാച് അവനെ എല്ലാ സൗകര്യം ചെയ്ത് അവനെ അതിനങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനം അവൻ നരകത്തിലേക്കും എത്തിക്കും എന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് എന്ന് പറയുന്ന ഇതിനെ ഇങ്ങനെ ആകെ മനുഷ്യന്റെ മേൽ കൂടി ആകെ വേറെന്തൊക്കെയോ ആക്കി മാറ്റുന്ന ഒരു അവസ്ഥ, അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും സഹീഹായ ഹദീസ് കൊണ്ടും നമുക്ക് വ്യക്തമായി തെളിയിക്കപ്പെടാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിലൊരു ഉറച്ച വിശ്വാസം വേണം, ഇത്രയൊക്കെ പിശാച് ചെയ്യുള്ളൂ. പക്ഷെ അത് ചെറിയ സംഗതിയല്ല, അത് ഗൗരവമായി നമ്മൾ എടുക്കണം. പിശാചിന് ഇപ്പൊ മാക്സിമം എൻ്റെ മനസ്സിൽ ഈ വസ്വാസം ഉണ്ടാക്കാനല്ലേ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ ലഘുവാക്കി എടുക്കാൻ പറ്റില്ല. വസ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുക, ദൈവത്തെ പറ്റി സംശയങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ബഹുദൈവ വിശ്വാസം വളരെ നല്ലതായി തോന്നുക, അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് എന്ന് തോന്നുക,
അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഇന്ന 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 ഗുണങ്ങളൊക്കെ കിട്ടുന്നു എന്നും പിശാച് ഇങ്ങനെ വെറുതെ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുക, നമ്മളെ വഴി തെറ്റിക്കുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്, അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. പടച്ചോനെ ഈ പിശാചിനെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംഗതി, പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം. പിശാചേറ്റ് വേറെ കോംപ്രമൈസ് ഇല്ല. പിശാച് നമ്മുടെ ശത്രുവാണ്. പിശാച് നല്ലത് ഉപദേശിച്ചാലും അത് നല്ലതിനാവില്ല. നമ്മെ ഈ രീതിയിൽ തകർക്കാൻ വേണ്ടി പിശാച് നല്ലത് ഉപേക്ഷിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പിശാചിനെ ശത്രുവായി തന്നെ നിങ്ങൾ കണക്കാക്കണം. എപ്പോഴും പിശാചിനെ ശത്രുവായി കണക്കാക്കണം. ഈ പിശാച് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാകും, അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിലുണ്ടാകും. ഇബ്ലീസ്, ജിന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്ത മനുഷ്യനെ പോലെയുള്ള ഒരു സൃഷ്ടിയാണ് ഈ ജിന്ന് എന്ന് പറയുന്നത്. ഈ പിശാച് ആ കൂട്ടത്തിലെ, നമ്മളെ കൂട്ടത്തിലെ ദുഷ്ടന്മാരെ പോലെയുള്ള ഒന്നാണ്. ആ പിശാചിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ ഈ തരം ദുഷ്ടമായ ചിന്തകൾ ഉണ്ടാക്കുന്നതിനുള്ള അനുമതി അള്ളാഹു നൽകിയതാണ്. അള്ളാഹു അങ്ങനെ ഒന്ന് ചെയ്യാൻ അനുവാദം നൽകിയതാണ്. ഈ രീതി കൊണ്ട് തന്നെയാണ് അത് ആദം അലൈഹിസ്സലാമിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. അത് പിശാചിന്റെ ഈ വസ്വാസം ഉണ്ടാക്കുകയാണ്. അല്ലാതെ ആദമിന്റെ അടുക്കൽ വന്ന് പിശാചിന് നേരിട്ട് നടന്ന് പ്രസംഗിച്ചതായിട്ടൊന്നല്ല. എങ്ങനെയാണോ മനുഷ്യനെ പിശാച് വഴികേടിലാക്കുന്നത്, അതുപോലെ ആദമിന്റെ മനസ്സിൽ പിശാച് വസ്വാസം ഉണ്ടാക്കി. അതന്നെയാണ് സൂറത്തുൽ അറാഫിൽ ആ കാര്യം പറയുന്നുണ്ട്. പിശാച് ആദമിന്റെ മനസ്സിൽ വന്ന് പറഞ്ഞു, അത് നല്ല ഒരു ഇങ്ങനെ തോന്നിപ്പിച്ചു ഓരോ കാര്യങ്ങൾ, അതെടുത്തോ അത് ഭക്ഷിച്ചോ എന്നിങ്ങനെ തോന്നിപ്പിച്ചു. അത് നല്ലതിനാന്ന് തോന്നിപ്പിച്ചു. ആ തോന്നിപ്പിച്ചപ്പോൾ ആദം അതിന് വഴിപ്പെട്ടു. അതാണ് പിശാചിനെ അവിടെ ഉണ്ടാകുന്നത്. അവിടെയും ഈ വസ്വാസ് ഉണ്ടാക്കുക തന്നെയാണ് പിശാച് ചെയ്തിട്ടുള്ളത്. ഈ പിശാച് എന്നും നമ്മുടെ ശത്രുവായി തന്നെ നമ്മൾ കണക്കാക്കണം. എന്നാൽ മനുഷ്യന്റെ കൂട്ടത്തിലും പിശാച് ഉണ്ടാവും. അതായത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ആളുകൾ, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതാണ് മിനൽ ജിന്നത്തി വന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസുകൾ ഉണ്ടാക്കും. മിനൽ ജിന്നത്തി, ജിന്നുകളിൽപ്പെട്ടവനും, വസ്നാസ്, മനുഷ്യരിൽപ്പെട്ടവരും. അപ്പൊ മനുഷ്യരിലെ ചീത്തയായ സംഗതികളെ നമ്മളെങ്ങനെ പ്രേരിപ്പിക്കുന്നു. കള്ളു കുടിക്കാത്ത ഒരാളെ കുടിച്ചോ എന്ന് പറഞ്ഞ് പള്ളു കുടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആള്, വ്യഭിചരിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ആള്, അതൊക്കെ പിശാചാണ്. നിസ്കരിക്കാൻ പള്ളിക്ക് പോകുമ്പോൾ വാ ഇപ്പൊ നമ്മൾ പോവാ പിന്നാക്കാന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്ന ആള്. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്ന നന്മയിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തി നമ്മളെ കൊണ്ടുപോകുന്നവൻ മനുഷ്യരിലെ പിശാചാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ ചെയ്തികൾക്കും ചെയ്യാൻ നമ്മളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ ഭാഷയിൽ മനുഷ്യരിലെ പിശാചാണ്. പക്ഷെ മനുഷ്യരിലെ പിശാച് എന്ന് മനുഷ്യരിലെ പിശാച് അല്ലെങ്കിൽ മനുഷ്യരിലെ ദോഷം ചെയ്യുന്ന ആളുകൾ അവര് എന്താകും? അവര് നന്നായി വരും. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അവരെത്ര ശത്രുക്കളാണെങ്കിലും പിശാചിന്റെ ശത്രുത എന്ന് പറയുന്നത്, ജിന്നിന്റെ ശത്രുത എന്ന് പറയുന്നത് അവയൊന്നും ശത്രുവായിരിക്കാൻ ഖിയാമത്ത് നമ്മളുടെ ശത്രുവായിട്ട് പിശാച് ഉണ്ടാവുള്ളൂ. എന്നാൽ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ശത്രുക്കൾ അവർ മിത്രങ്ങളായി മാറും. അതാണ് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. നിങ്ങൾ മോശമായ ചീത്ത കാര്യങ്ങൾ നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതികരിക്കുക. ഇങ്ങോട്ട് തെറ്റായ സംഗതി ചെയ്താലും നിങ്ങൾ നല്ലത് അവർ പ്രതികരിക്കും. ആ രീതിയിൽ നിങ്ങൾ അതിനോട് വർത്തിക്കുക. ഇങ്ങോട്ട് നമുക്കൊരു ദോഷം ചെയ്താലും അയാൾക്ക് നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, ശത്രുക്കളായി നിൽക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ പോലും, അങ്ങനത്തെ ആളുകൾ പോലും കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങളുടെ ആത്മമിത്രങ്ങളായി മാറും. അപ്പോ ശത്രുത എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ശത്രുത അത് പരസ്പര പെരുമാറ്റം കൊണ്ടും നമ്മളുടെ നല്ല ചെയ്തികൾ കൊണ്ടും ആ ശത്രുത മിത്രമായി മാറും. പക്ഷെ പിശാചിന്റെ ശത്രുത അതൊരിക്കലും മാറുകയില്ല. അതുകൊണ്ട് എന്നും പിശാചിനെ ശത്രുവായി കാണുകയും പിശാചിൽ നിന്ന് രക്ഷ തേടുകയും പിശാചിന്റെ കെണിയിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുക. മാക്സിമം പിശാച് മനുഷ്യന്റെ മനസ്സിൽ ദുർബോധനം നടത്തുക എന്നതാണ് മാക്സിമം പിശാചിന് ചെയ്യാൻ കഴിയുന്നത് എന്നാണ്
നമ്മൾക്ക് അതിൽ നിന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. അതിനപ്പുറം പറയുന്ന പണ്ഡിതന്മാരുണ്ട്, സലഫി പണ്ഡിതന്മാരിൽ അതിനപ്പുറം പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ അതിനുന്നയിക്കുന്ന പ്രമാണം അത് വ്യാഖ്യാനപരമായ കാര്യങ്ങളാണ്. വ്യക്തമായി ഖുർആൻ പറഞ്ഞ സംഗതികൾ ഈ കാര്യങ്ങളാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുക. അത് ഉൾക്കൊണ്ടാൽ തന്നെ പിന്നെ ശൈത്താൻ കൂടും. ശൈത്താൻ കൂടിയിട്ട് അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാകും, ആ രോഗം ഉണ്ടാകും, ഈ രോഗം ഉണ്ടാകും, ശൈത്താൻ കൂടിയിട്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ ഇനി ശൈത്താൻ, ഈ പിശാജ്, ഈ റുഖിയ ശറയ്യ എന്ന് പറഞ്ഞ സംഗതി ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഏതായാലും ഇത് നമ്മൾ ഇതിൻ്റെ പേരിൽ ഇസ്ലാമിനെയും ഒക്കെ ഒരുപാട് കരിവാരി തേക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിൽ ശരിയായി എന്താണ് ഖുർആൻ പറയണത് നമ്മൾ ഉൾക്കൊള്ളുക. പിശാചിനെയോ ജിന്നിനെയോ ജിന്നിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും നമുക്ക് നിഷേധിക്കാൻ ഖുർആൻ അടിസ്ഥാനത്തിൽ നമുക്ക് സാധ്യമല്ല. പക്ഷെ അതിൻ്റെയൊക്കെ ലിമിറ്റേഷൻ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ഖുർആനിലൂടെ തന്നെ മനസ്സിലാക്കുക. ഖുർആൻ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രോഗത്തിന് നമ്മൾ ചെയ്യേണ്ടത് ചികിത്സിക്കുക എന്നുള്ളതാണ്. ചികിത്സിക്കുക ചെയ്താൽ മാത്രം പോരാ, ചികിത്സിക്കുന്നതിനോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചില രോഗങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചില പ്രത്യേക പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.